നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്, ശാരദ മുരളീധരൻ. നമ്മളുടെ കേരളത്തിൻ്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദ മുരളീധരൻ ഇന്നലെ ഔദ്യോഗികമായി വിരമിച്ചിരിക്കുകയാണ്. ശാരദ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു. എനിക്കേറെ സന്തോഷമുണ്ട് ശാരദ മുരളീധരനെ രാവിലെ ഈ പ്രഭാത പരിപാടിയിൽ പ്രേക്ഷകർക്കൊപ്പം ഒന്ന് സംസാരിക്കാൻ കിട്ടിയതിൽ. കാരണം ഞാനും ശാരദ മുരളീധരനും ഒരേ സർവകലാശാലയിൽ 2 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ്. ശാരദ മുരളീധരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ അയ്യപ്പ പണിക്കർ സാറിൻ്റെയൊക്കെ വിദ്യാർത്ഥിനിയാണ്. നമുക്കൊപ്പമുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മാം, ശാരദ മുരളീധരൻ മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, എങ്ങനെയാണ് അധികാരത്തിൻ്റെ ഭാരമെല്ലാം ഒഴിച്ച് ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിച്ച് ഇന്നത്തെ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്ത് തോന്നി ശാരദ മുരളീധരൻ? എന്തെന്നില്ലാത്ത സന്തോഷം. രാവിലെ ഇനി ഫയൽ നോക്കേണ്ടതില്ല, ഫോൺ എടുക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. എന്തൊരു സുഖം. ഇന്നത്തെ പ്രഭാതത്തിന് പ്രത്യേക സൗന്ദര്യമുണ്ടല്ലേ. 90-ൽ തുടങ്ങിയതാണ്, 35 വർഷം അല്ലേ? അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു 90-ല് തുടങ്ങിയതാണ് ഈ ചമ്മി. മാം തുടർന്നോളൂ. അല്ല, ഞാൻ പറയായിരുന്നു 90-ലാണ് ഈ വേഷമണിയാൻ തുടങ്ങിയത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, നമ്മൾ അത്രയും ദൂരത്തിലാണ് എന്നുള്ളതുകൊണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ അന്ന് ശാരദ മുരളീധരൻ മാം 35 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഈ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പദ്ധതികളൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ മാഡവുമായിട്ട് സംസാരിച്ചിരുന്നു, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്. അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിൽ ചില കാര്യങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. മാം, ഞാൻ അന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പരിപാടിയും തൽക്കാലം ഏറ്റെടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? പല ആളുകളും അങ്ങനെ പറയുന്നവരല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി, നാടിന് വേണ്ടി ഈ പറഞ്ഞ 35-ൽ പരം വർഷങ്ങൾ ചെലവഴിച്ചു. ആത്മാർത്ഥതയോടുകൂടി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെയൊക്കെ ചാരിതാർത്ഥ്യമുണ്ട്. കുറേയൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്നുള്ള താല്പര്യവുമുണ്ട്. ചെയ്ത് തീർത്തില്ല എന്നുള്ളൊരു തോന്നലുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ ശിഷ്ടജീവിതം എൻ്റെ സമയത്തിന്, എൻ്റെ പേസിന്, എൻ്റെ നിയന്ത്രണത്തിൽ പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മതി ഗവൺമെൻറ് സർവീസ്. എനിക്കൊന്ന് രണ്ടുപേരും കൂടി വലിയ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് യാത്രകൾക്ക് അല്ലേ? ഉറപ്പായിട്ടും. ഞങ്ങളിപ്പോൾ കാസർഗോഡ് പോകുന്നുണ്ട്.